ഹായ് ഫ്രണ്ട്സ്, ടെക് ഫോർ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിളിലെ ഒന്നാമത്തെ ആശയം റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ, അതായത് വൃത്തവും മട്ടവും എന്ന സെക്ഷനിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോബ്ലമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ജിയോജിബ്ര ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സർക്കിൾ ആക്ടിവിറ്റി 2 എന്നും പറഞ്ഞ് അതിന് പേര് കൊടുത്തിരിക്കുക. കാരണം ആക്ടിവിറ്റി 1 എന്നും പറഞ്ഞ് ഞാൻ ഈ കൺസെപ്റ്റ് തന്നെ, അതിൻ്റെ ആ കൺസെപ്റ്റ് എങ്ങനെ നമുക്ക് കുട്ടികളിൽ എത്തിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ആക്ടിവിറ്റി ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. അതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ, നമ്മൾ മലയാളം മീഡിയം പറയാമെങ്കിൽ വൃത്തവും മട്ടവും എന്ന് പറയുന്ന സെക്ഷനാണ്. അതിൻ്റെ ഈ പ്രസൻറ്റേഷൻ പേജ് നമ്പർ 43-ലെ 3 പ്രോബ്ലംസ്, അതിൻ്റെ പ്രസൻറ്റേഷൻ ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജിയോജിബ്രയുടെ സഹായത്തിൽ നമ്മൾ സർക്കിൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ 3 പ്രോബ്ലംസിൻ്റെ ഏകദേശം ഒരു ഫിഗറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 43-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The two circles in the figure cross each other at A and B. The points P and Q are the other end of the diameters through A. Prove that PBQ lie on a line. Prove that PQ is parallel to the line joining the centers of the circle and is twice as long as this line. പിന്നെ നമുക്കിതാണ് ഫിഗർ. 2 സർക്കിളാണ്, ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും. അപ്പോൾ ഈ 2 സർക്കിളിലൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എയും ബിയും. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ 2 സർക്കിളിലെയും ബി എന്ന് പറയുന്ന 2 സർക്കിളിലെയും പോയിന്റാണ്. അപ്പോൾ അതിൻ്റെ ആ പോയിന്റിൽ കൂടിയുള്ള ഡയമീറ്ററിൻ്റെ എൻ പോയിന്റാണ് ഈ സർക്കിളിലെ പി എന്ന് പറയാം, ഈ സർക്കിളാകുമ്പോൾ അതിനെ ക്യൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടത് PBQ എന്ന് പറയുന്നത് ഒരു ലൈനാണോ, ലൈനാണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ PQ എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു ദ സെൻറ്റർ ജോയിനിങ് ദി സർക്കിൾ ആണ്. ഈ ഓരോ സർക്കിളിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് പാരലാണെന്നും അതുപോലെ ആ ലൈൻ്റെ ഇരട്ടിയാണ് നമ്മുടെ PQ എന്നുമാണ് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ജിയോജിബ്ര ഉപയോഗിച്ച് ഈ ഫിഗർ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. ജിയോജിബ്ര ഓപ്പൺ ചെയ്ത് നമുക്കറിയാം, ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. നമുക്കിവിടെ ഈ ഗ്രിഡ് വേണ്ട, നമുക്ക് ഈ ആക്സിസും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് നിലനിർത്തിയാൽ മതി. ഇപ്പോൾ ആദ്യം ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുന്നു ഞാൻ. ആദ്യം സർക്കിൾ ടൂൾ എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അടുത്തതും ഒരു സർക്കിളൂടെ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. നമുക്കിത് ഈ പോയിന്റുകളൊന്നും വേണ്ട, ഈ സർക്കിളിലെ ഈ പോയിന്റ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ അത് പോവും. അതിനുശേഷം നമുക്കിതും വേണ്ട, ഈ സി എന്ന് പറയുന്നതൊന്നും നമുക്ക് പേര് വേണ്ട സർക്കിളിൻ്റെ ഒന്നും, അതും ഷോ ലേബിൾ കൊടുത്ത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സെൻറ്റർ നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി സെൻറ്റർ വേണം. അതിനുശേഷം ഞാൻ ഹൈഡ് ചെയ്യും. ഇത് വേണേൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഇത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇതാണ്. അപ്പോൾ അതിനെയാണ് നമുക്ക് എ എന്ന് ബി എന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എയും ബി നേരത്തെ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനെ റീനെയിം ചെയ്താൽ മതി. റീനെയിം കൊടുത്തിട്ട് നമ്മളിവിടെ എ എന്ന് കൊടുക്കാം, ഇതിനെ റീനെയിം ചെയ്ത് ബി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ പോലെ ആ എയും ബിയും ആയി. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് മാറിക്കോളും. ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ ഡയമീറ്ററും ഇതിൻ്റെ ഡയമീറ്ററും വേണം. ആ ഡയമീറ്റർ വരയ്ക്കാൻ വേണ്ടി ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്ത് ഈ എയിൽ ക്ലിക്ക് ചെയ്ത് ഈ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു ലൈൻ
അതുപോലെ ഈ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനൂടെ എന്നിട്ട് ഈ രണ്ട് ലൈനും ഹൈഡ് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സെൻറ്റർ നമുക്ക് ആവശ്യമില്ല, അത് ഷോ ഒബ്ജക്റ്റ് കൊടുക്കുക. ഇതും ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് നമ്മൾ ഹൈഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ചോദിച്ചിരിക്കുന്നത് പിയും ക്യൂ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ പിയും ക്യൂ എന്നാക്കാം. ഇത് റീനെയിം കൊടുത്താൽ മതി. ഈ റീനെയിം കൊടുക്കുന്നതൊന്നും വലിയ ടൈമൊന്നും എടുക്കത്തില്ല. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീനെയിം ക്യൂ എന്ന് കൊടുക്കുക. എന്നിട്ട് ലൈൻ സെഗ്മെന്റ് ടൂൾ എടുത്ത് ഇതൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ എച്ച് ഐ ഒന്നും വേണ്ട. ഞാൻ അതിനെ ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷോ ലേബിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും ഷോ ലേബിൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ ടെക്സ്റ്റിലെ പോലെ പ്രോബ്ലമായി. അത് ഫിഗർ ഇങ്ങനെയാണ്. ഇത് നമുക്ക് ക്ലാസ്സിൽ വരച്ച് കാണിക്കാവുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് പോയാലും മതി. ഇതിന് നമ്മൾ ജിയോജിബ്ര ആപ്ലെറ്റ് എന്നൊക്കെ പറയാം. എന്നിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ പി ബി ക്യൂ എന്ന് പറയുന്നത് ഒരേ ലൈനിലാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് എ ബി ജോയിൻ ചെയ്യുന്നു, അതുപോലെ പി ബി ജോയിൻ ചെയ്യുന്നു, പി ക്യു ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എച്ചും കെയും ഒക്കെ വന്ന് കുഴപ്പമില്ല. അതിനെല്ലാം ഷോ ലേബിൾ കൊടുത്ത് നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ഈ സർക്കിൾ ശ്രദ്ധിച്ചാൽ ഇത് എ പി എന്ന് പറയുന്നത് ഡയഗണലാണ്. അതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. സംശയം ഉണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. മെഷർ ചെയ്ത് നോക്കാൻ ഇവിടെ ആംഗിൾ ടൂൾ എടുത്ത് എ ബി ക്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് റൗണ്ട് കൊടുത്താൽ നമുക്കതിൻ്റെ കറക്റ്റ് വാല്യൂ 90 ഡിഗ്രി എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ അടുത്ത ഈ ആംഗിളും മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. പി ബി എ എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂ ബി എ എന്ന് പറയാം. ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ എടുത്താൽ ആംഗിൾ പി ബി ക്യൂ എടുത്തു കഴിഞ്ഞാൽ 90 + 90 എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇത് എന്ന് പറയുന്നത് ഇത് 180 ആണ്. ഇത് 180 ആയാൽ നമുക്ക് പറയാം 180 ആവണമെങ്കിൽ ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആണെന്ന് പറഞ്ഞാൽ ഇതൊരു ലൈൻ ആയിരിക്കണം. അപ്പോൾ പി ബി ഇ ക്യു ആർ ലൈ ഓൺ എ ലൈൻ നമുക്ക് പറയാൻ പറ്റും. ഞാനത് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം ഇൻ ദ ഫിഗർ. ആ ഫിഗർ നോക്കിയിട്ട് പറയാം ആംഗിൾ പി ബി എ = 90. അതിന് കാരണം ആംഗിൾ ഇന്ത്യ സെമി സർക്കിളാണ്. അതുപോലെ ആംഗിൾ ക്യൂ ബി ഐ = 90 ആണ്. അതിനും കാരണം ആംഗിൾ ഇന്ത്യ സെമി സർക്കിളാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ആംഗിൾ പി ബി ക്യൂ ആണ്. അപ്പോൾ ആംഗിൾ പി ബി ക്യൂ 180 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം therefore പി ബി ക്യൂ ആർ ലൈ ഓൺ എ ലൈൻ എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് രണ്ടാമത്തെ പാർട്ട് ആ ഫിഗർ നോക്കി എങ്ങനെ പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഈ ഡയമീറ്റർ ഇതിൻ്റെ സെൻറ്ററും ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തിന് പാരലായിരിക്കും. അതുപോലെ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ഡബിൾ ആയിരിക്കും ഇതെന്ന് പറയാം. എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സെൻറ്റർ നേരത്തെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. A1ഉം അതുപോലെ സിയും ആയിരുന്നു സെൻറ്റർ. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. എന്നിട്ട് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഇതൊന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ വേണമെങ്കിൽ ഇതിന് വേറൊരു പേര് കൊടുക്കാം. A1 മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു X എന്നും ഇതിനെ ഞാനൊരു Y എന്നും കൊടുക്കുക. X വന്നുകൊണ്ട് ഞാൻ Y കൊടുക്കുന്നതേ ഉള്ളൂ. Y എന്നും കൊടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട XY ഈസ് പാരലൽ ടു PQ ആൻഡ് പിന്നെ പറയേണ്ടത് PQ ഈസ് ടോയ്സ് XY, അതായത് ഇതിൻ്റെ ഡബിളാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഫിഗർ ഇതാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു ട്രയാങ്കിളാണ്.
ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. അതുകൂടാതെ ഈ മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയായിരിക്കും ഈ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആലോചിച്ച് നോക്കുക, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ ലൈന് പാരലായിരിക്കും. അതുകൂടാതെ മൂന്നാമത്തെ ലൈനിലെ ഹാഫ് ആയിരിക്കും ഈ ലൈൻ എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റെപ്പ് എങ്ങനെ പറയാം, ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് മലയാളമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ ചിത്രത്തിൽ നിന്ന് കൊടുക്കാം, ഇവിടെ അർത്ഥവൃത്തത്തിലെ കോൺ മട്ടകോണെന്ന് എഴുതാം, ബാക്കി അതുപോലെയൊക്കെയുള്ളൂ. പിന്നെ പി ബി ക്യു എന്നിവ ഒരു വരയിലാണെന്ന് എഴുതിയാൽ മതി. പിന്നെ ഇവിടെ എഴുതുമ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഡ്രോ ദ ലൈൻ എക്സ് വൈ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. അപ്പം എക്സ് വൈ എന്ന് പറയുന്ന വര സെൻറ്ററുകൾ, സർക്കിളിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എക്സ് വൈ എന്ന് പറയുന്ന വര വരയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് ഇൻ ദ ഫിഗർ നമുക്ക് പറയാം, എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ പി ആൻഡ് വൈ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ക്യു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എക്സ് എന്ന് പറയുന്നത് എ പിയുടെയും വൈ എന്ന് പറയുന്നത് എ ക്യുവിൻ്റെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, വി ഹാവ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് എന്ന് പറയാം. അതനുസരിച്ച് നമുക്ക് പറയാം, പി ക്യു ഈസ് പാരലൽ ടു ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ ആൻഡ് ഈസ് ടോയ്സ് ഓഫ് ദിസ് ലൈൻ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അത് പേജ് നമ്പർ 43 പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ 40 എന്നൊക്കെ പറയും. അപ്പോൾ അതിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് ലൈൻ. എന്ന് വെച്ചാൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വലായിട്ടുള്ള സൈഡിൽ ഡയമീറ്റർ ആക്കി വരയ്ക്കുന്ന സർക്കിൾസ് അത് ഒരു മൂന്നാമത്തതിൻ്റെ മിഡ് പോയിന്റിൽ കൂടി, മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു, ആക്സിസും ഗ്രിഡും ഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ എങ്ങനെ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാം? അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബേസ് എടുക്കുന്നു. ബേസ് ഒരു 5 സെൻറ്റിമീറ്റർ ബേസുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഞാൻ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് അറിയാം, ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിട്ട് നമുക്കറിയാം, ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ്, ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് ആ രണ്ടും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ലൈനും ആ രണ്ട് സൈഡും നമുക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് ഞാനിത് ജോയിൻ ചെയ്യുന്നു. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ തേർഡ് സൈഡിൻ്റെ ഇത് രണ്ട് സൈഡാണെങ്കിൽ മൂന്നാമത്തെ സൈഡാണെങ്കിൽ മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റ് ഇതാണ്. ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഹൈഡ് ചെയ്യുന്നു. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബിൾ കൊടുത്താൽ മതി. എന്നിട്ട് ഈ എച്ചും എഫും ഒക്കെ ഞാൻ ഷോ ലേബിൾ കൊടുത്ത് ഹൈഡ് ചെയ്യുകയാണ്. ഇത് ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് ഹൈഡ് ചെയ്യണം. നമുക്ക് രണ്ട് രീതിയിൽ ഹൈഡ് ചെയ്യാം. ഒന്ന് ഷോ ഒബ്ജക്റ്റ് കൊടുത്ത്, ആ ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒബ്ജക്റ്റ് ഏതാണോ അത് ഡിസേബിൾ ആവും. ഷോ ലേബൽ ആണെങ്കിൽ അതിൻ്റെ ലേബൽ മാത്രമേ മാറത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ സംശയം ഉണ്ടെങ്കിൽ നമുക്കിത് ലെന്ത് നോക്കാം. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണോ ലെന്ത് നോക്കാൻ ലെന്ത് ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടും സെയിം ആണ്. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഈക്വലായിട്ടുള്ള സൈഡ് ഇത് രണ്ടുമാണ്, എ സിയും ബി സിയും. ഇത് ഡയമീറ്ററായ രണ്ട് സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടി പക്ഷേ ഡയമീറ്ററായ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ മിഡ് വാല്യൂ വേണം. അതിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി.
ആ ലൈനിൽ ഏതാണോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയാം, ആ സർക്കിളിൽ. അപ്പോൾ അതിനുവേണ്ടി ഈ പെർപെൻഡിക്കുലർ ഈ ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ഷോ ലേബൽ. ഇനി സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ ആദ്യത്തെ ടൂൾ തന്നെ എടുക്കുക. സെൻറ്റർ ഇതാണ്, ഇത് ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവരിക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ സെൻറ്റർ നമുക്ക് ഹൈഡ് ചെയ്യാം. സെൻറ്റർ ഹൈഡ് ചെയ്തു, രണ്ടിൻ്റെയും സെൻറ്റർ ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐസോസെലസ് ട്രയാങ്കിളും അതിൻ്റെ ഈക്വൽ സൈഡിലുള്ള രണ്ട് സർക്കിളും എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ മൂവിങ് ടൂൾ എടുത്ത് നമ്മൾ സിയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്താലാണ് നമ്മൾ ഈ പോയിന്റ് എടുത്തിരിക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായതുകൊണ്ട് നമുക്കിങ്ങനെ എത്ര ഈ പോയിന്റ് മാറുന്നതനുസരിച്ച് വിവിധ ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടും. ഏത് ട്രയാങ്കിൾ കിട്ടിയാലും ഈ മിഡ് പോയിന്റിന് മാറ്റം ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ക്ലാസ്സിൽ കാണിക്കാനുള്ള എളുപ്പമാണിത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക്, ഞാൻ അതുകൊണ്ടാണ് ഈ മെത്തേഡിൽ ഈ ട്രയാങ്കിൾ വരച്ചത്. ഇത് ബോർഡിലൊക്കെ വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ജിയോജബ്ര ഉപയോഗിച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനാണ്ട് ഇതിൻ്റെ സിയും ഡി എന്നൊക്കെ പേരുണ്ട്, അതൊക്കെ ഞാൻ ഷോ ലേബിൾ കൊടുത്ത് ഹൈഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് സർക്കിളും ഈ മൂന്നാമത്തെ സൈഡ് ഇതാണ്, ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി തന്നെ ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോയാണ്. എന്നിട്ട് ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് ഞാൻ ഇതൊന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ആയിരിക്കും നമുക്ക് നോക്കിയാൽ, ആദ്യത്തെ സർക്കിൾ, ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിലെ ഒരു പോയിന്റാണ് എഫ്. ഇത് എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ആയിരിക്കും. മെഷർ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ആണ്. അപ്പം ഉറപ്പായിട്ടും അപ്പുറത്ത് 90 ആയിരിക്കും. ഇവിടെ ഇതുപോലെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് കിട്ടുന്നത് 90 ആയിരിക്കും. അതിൻ്റെ കാരണം നമുക്കറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഈ സർക്കിളാണ്, സർക്കിൾ ഒരു പോയിന്റാണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആണ്. ഇനി ഈ പോയിന്റിന് ഡി എന്ന് കൊടുക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഡി എന്ന് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത് ഡി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, എ ഡി സിയും ബി ഡി സിയും. ഇവിടെ ഈ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈപ്പർനോസ് ആണ്, അത് രണ്ട് സെയിം ആണ്. ഈ ബി സി ഡി എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. അപ്പോൾ നമുക്കറിയാം, രണ്ട് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർനോസും മറ്റൊരു സൈഡും, രണ്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർനോസും മറ്റൊരു സൈഡും തമ്മിൽ ഈക്വൽ ആയാൽ ആ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഇത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ മൂന്നാമത്തെ ആംഗിളുകൾ ഇത് രണ്ടുമാണ്. അതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന എ ഡിയും ബി ഡിയും എന്ത് ഈക്വൽ ആയേ പറ്റൂ. എ ഡിയും ബി ഡിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഡി ഈസ് ദ മിഡ് പോയിന്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നത് ഈ മിഡ് പോയിന്റിൽ കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്കറിയാം. കാരണം അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ടാണത് ഐസോസെലസ് ട്രയാങ്കിളാണ്. പിന്നെ നമുക്ക് ഫിഗറിൽ നോക്കി നമുക്ക് പറയാൻ പറ്റുന്നത്, പ്രൂവ് ചെയ്യേണ്ടത് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ആ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു, ട്രയാങ്കിൾ എ ഡി സി അതിൻ്റെ ട്രയാങ്കിൾ ബി ഡി സി. ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിന് കാരണം അറിയാം, ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ 90 ഡിഗ്രി. ഇതിന് രണ്ടും ഒരേ കാരണമാണ്, ആംഗിളിൻ്റെ സെമി സർക്കിൾ എന്ന് പറയാം. പിന്നെ
എ സി ഇസ് ഈക്വൽ ടു ബി സി അത് തന്നിട്ടുണ്ട്. പിന്നെ സി ഡി ഇസ് ഈക്വൽ ടു സി ഡി ഇത് കോമൺ സൈഡാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, അതുപോലെ ഹൈപ്പർനോസ് ഈക്വലാണ്. മറ്റൊരു സൈഡും ഈക്വൽ ആയാൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലാന്ന് പറയാം. ദ ഹൈപ്പർനോസ് ആൻഡ് വൺ സൈഡ് ഓഫ് റൈറ്റ് triangle ADC are equal to hypotenuse and one side of right triangle BDC. Therefore the triangles are equal എന്ന് പറയാം. പിന്നെ നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ therefore AD is equal to BD എന്ന് പറയാം. ആ ചിത്രം നോക്കി പറയാവുന്ന കാര്യമുള്ളൂ. പിന്നെ സോ D is the midpoint of AB എന്ന് പറയാം. D is the midpoint of AB. നമുക്കതാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ hence two circles drawn on two equal sides of an isosceles triangle as diameter pass through midpoint of their side നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എ ബിയുടെ മിഡ് പോയിന്റ് ഡി, ആ ഡിയിൽ കൂടിയാണ് സർക്കിൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ലഭിച്ചേരാവുന്നതാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചിത്രം വരച്ച് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ സ്ലൈഡറൊക്കെ തയ്യാറാക്കിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ പേജ് നമ്പർ 43 ഇതാണ്. പ്രൂവ് ദാറ്റ് ആൾ ഫോർ സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റർ പാസ് ത്രൂ എ കോമൺ പോയിന്റ്. ഇതാണ് ചിത്രം. ഒരു റോംബസിൻ്റെ 4 സൈഡ്, ആ സൈഡ് കൂടി അത് സൈഡ് ഡയമീറ്റർ ആക്കി സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ 4 സർക്കിളും ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. അതിന് ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ഇത് വേണേൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സേവ് ചെയ്യുന്നില്ല, നിങ്ങൾ സേവ് ചെയ്യുക. ആദ്യം ഒരു റോംബസ് വരയ്ക്കണം. ഞാൻ റോംബസ് വരയ്ക്കുന്നതിന് ആദ്യം ലൈൻ സെഗ്മെന്റ് ടൂൾ എടുക്കും. നമുക്ക് ഒരു ലെന്ത് വെച്ചൊരു 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റോംബസ് ഇനി വരയ്ക്കണമെങ്കിൽ ഇതിനൊരു ആംഗിൾ വേണം. ഇപ്പം ഞാനൊരു 50 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുക്കുകയാണ്. 50 ഡിഗ്രി മെഷർ ചെയ്യാൻ പോയാണ്. അപ്പോൾ എടുക്കേണ്ട ടൂൾ ഇതാണ്, ആംഗിൾ വിത്ത് എ ഗിവൺ സൈസ്. ഇതെടുത്തിട്ട് ബിയിലും എയിലും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 50 ഡിഗ്രി, അപ്പോൾ നമ്മൾ ടൂൾ എടുത്തനുസരിച്ചാണ് ഇവിടെ ആംഗിൾ ചോദിക്കുന്നത്, അത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആയി. അപ്പോൾ നിങ്ങൾ ഈ ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ലെന്ത് വേണമെന്ന് നോക്കാം, ശരിയാന്ന് നോക്കാം. ഇത് 4 ആയാൽ ഇതും 4 ആയിരിക്കും. ഇത് ഐഡിയ ചെയ്യാണ്, ഇതിൻ്റെ 4 ആയിരിക്കും. വേണേൽ ഇതിനെ റീനെയിം ചെയ്യുമ്പോൾ ഞാനൊരു സി എന്ന് കൊടുക്കാം. റീനെയിം ചെയ്യുക, അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കാം. ഇപ്പം 2 സൈഡായി. ഇനി ഇതിന് പാരലായിട്ടാണ് ഇത് വേണ്ടത്, ഇത് ഈ സൈഡിന് പാരലായിട്ടാണ് ഇവിടെ സൈഡ് വേണ്ടത്. അതിനുവേണ്ടി പാരലൽ ലൈൻ എന്ന് പറയുന്ന ടൂളുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് ഇതെടുത്ത് ഏത് ലൈനാണോ പാരലൽ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിൽ കൂടിയാണ് വേണ്ടത്. അതുപോലെ ഈ ലൈന് പാരലായിട്ട് വരണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ കൂടി വരയ്ക്കുന്നു. ഇത് റോംബസ് ആയിരിക്കും. ഇത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നുകിൽ ഇവിടെയും ഇതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഹൈഡ് ചെയ്യുന്നു. ഇവിടെ ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് ഹൈഡ് ചെയ്യണം. എന്നിട്ട് ലൈൻ സെഗ്മെന്റ് ടൂൾ എടുത്ത് ഇത് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് റോംബസ് കിട്ടി. ഇങ്ങനെ നമുക്ക് റോംബസ് വരയ്ക്കാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. നമുക്കിത് 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും. എന്നിട്ട് നമ്മുടെ അപ്പോൾ ഇത് റോംബസ് ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇത് ഡയമീറ്റർ ആക്കി, ഓരോ സൈഡും ഡയമീറ്റർ ആയി സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ ആക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ വേണമല്ലോ. സെൻറ്റർ കണ്ടുപിടിക്കുന്ന ടൂൾ ഏതാണ്? അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഓരോ സൈഡിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. എന്നിട്ട് ഇൻ്റർസെക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഓരോന്നിൻ്റെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓരോ സൈഡിൻ്റെയും മാറിപ്പോകരുത്. ഇപ്പോൾ 4 വരച്ച്
ഒരുമിച്ച് വരച്ചതുകൊണ്ട് മാറിപ്പോകരുത്. എന്നിട്ട് ഈ ലൈനുകൾ ഓരോന്നും നമുക്ക് ഹൈഡ് ചെയ്യാം. ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് ഹൈഡ് ചെയ്യണം. അപ്പോൾ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റ് കിട്ടി. ഇനി സർക്കിൾ വരച്ചാൽ മതി. സർക്കിൾ വരയ്ക്കുന്നത് ഈ ടൂൾ തന്നെ എടുക്കാം. സെൻറ്റർ ഇതായിരിക്കണം, മിഡ് പോയിന്റ് ആയിരിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഓരോ സർക്കിളും നമുക്ക് ഇതേപോലെ വരയ്ക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ഈ 3 പോയിന്റിൽ പിടിച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് മൂവിങ് ടൂൾ എടുത്തിട്ടാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതിനൊക്കെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ചിത്രത്തിൽ ഇങ്ങനെ മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഈ സിയും ഡി ഒക്കെ ഞാൻ ഈ ആവശ്യമില്ലാത്ത സിയും ഡി ഒക്കെ ഞാനത് ഷോ ലേബിൾ കൊടുത്ത് ഹൈഡ് ചെയ്യുവാണ്. ഫോറും വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ഓരോ ഫോറും ഷോ ലേബിൾ കൊടുത്ത് നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള മാത്രം കൊടുത്താൽ മതി. ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ അത് പോകും. ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഈ പറയുന്ന ഓരോ സർക്കിളും പാസ് ചെയ്യുന്നത് ഒരു കോമൺ പോയിന്റിൽ കൂടിയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം റോംബസ് ആയതുകൊണ്ട് അതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് ബൈസെക്ട് ടു ഈച്ച് അതർ പെർപെൻഡിക്കുലർലി ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും എന്ന് പറയാം. ഡയഗണൽസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ഡയഗണൽസ് ഒന്ന് വരയ്ക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ പോയിന്റ് എന്ന് പറയുന്നത്. ഞാനത് ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ച് ഈ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ അതിന് ഐ എന്ന പേര് കൊടുത്ത് ഐ എന്ന് കൊടുക്കണ്ട, ഞാനൊരു ഓ എന്ന് കൊടുക്കുകയാണ്. റീനെയിം ചെയ്തിട്ട് ഞാനതിനെ ഐ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഓ എന്ന് കൊടുക്കാം. നമുക്ക് സുപരിചിതമായ ലെറ്റർ ഉപയോഗിക്കാം, ഓ. പിന്നെ നമ്മൾ ആദ്യം ഈ സർക്കിൾ എടുത്താൽ AB ഡയമീറ്റർ ആയ സർക്കിൾ എടുത്താൽ ഈ ആംഗിൾ എത്ര നമുക്കറിയാം, കാരണം ഇത് 90 ആയിരിക്കും. നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇതുപോലെ ഓരോ ആംഗിൾ എടുത്താലും ഇതുപോലെ ഓരോ ആംഗിൾ എടുത്താലും ഇവിടെ കിട്ടുന്നത് 90 ആയിരിക്കും. ഞാൻ എന്നിട്ട് ഷോ ലേബിൾ കൊടുത്ത് നമുക്ക് ഇത് മതി, ഇങ്ങനെ ചിഹ്നം മാത്രം മതി 90 ആണെന്ന് കാണിക്കാൻ. ഈ സെൻറ്ററൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമില്ല. ഷോ ലേബിൾ കൊടുത്ത് ഷോ ഒബ്ജക്റ്റ് കൊടുത്ത് തന്നെ നമുക്ക് അതിനെ ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കറിയാം ആംഗിൾ AOD എന്ന് പറയുമ്പോൾ 90 ആണ്. അപ്പോൾ അത് 90 ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ സർക്കിൾ AB 7 ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്നും പറയാം. അതുപോലെ അടുത്ത എടുക്കുവാണെങ്കിൽ COD എടുക്കുവാണെങ്കിൽ നമുക്ക് CD ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് O എന്ന് പറയാം. അതുപോലെ AOB എടുത്തു കഴിഞ്ഞാൽ അത് 90 ആയതുകൊണ്ട് നമുക്ക് പറയാം AB ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ്. അതുപോലെ BC അല്ലെങ്കിൽ CB ഏത് വേണമെങ്കിലും എടുക്കാം. BCയോ CB എന്ന് വേണമെങ്കിലും എടുക്കാം. ഇത് ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ് O എന്നും പറയാം, കാരണം ഇത് 90 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പറയാം ഈ ഓരോ സൈഡും അതിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് O എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ പ്രൂഫിൽ എത്തിച്ചേർന്നു ഇത് ഒരു കോമൺ പോയിന്റ് ആണെന്ന് പറഞ്ഞുകൂടായോ? അതിൻ്റെ പ്രൂഫ് ഒന്ന് കാണിക്കാം.
ഇനി റോംബസ്, ദ ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ പെർപെൻഡിക്കുലർലി എന്ന് പറയാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയാം റോംബസ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് പറയാം ഇഫ് ദ ഡയഗണൽസ് ക്രോസ് അറ്റ് O, ദെൻ നമുക്ക് പറയാം ആംഗിൾ AOD is equal to 90, അതുപോലെ ആംഗിൾ COD is equal to 90, ആംഗിൾ AOB is equal to 90, ആംഗിൾ COB is equal to 90 എന്ന് പറയാം. അത് നമുക്ക് ചിത്രത്തിൽ കാണാം. അത് ഈ മേളിൽ പറഞ്ഞ ഡയഗണൽസ് ബൈസെക്ട് ഈച്ചർ ആയതുകൊണ്ട് അങ്ങനെ പറയാം. സിൻസ് ആംഗിൾ AOD 90 എന്ന് പറഞ്ഞു, മുകളിൽ പറഞ്ഞു. അപ്പോൾ ആംഗിൾ AOD 90 ആയാൽ AD ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കും O എന്ന് പറയുന്നത്. അതുപോലെ ആംഗിൾ COD is equal to 90 ആയാൽ CD ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് O എന്ന് പറയാം. അതുപോലെ ആംഗിൾ AOB is equal to 90 ആയാലും പറയാം AB ഡയമീറ്റർ ആയ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് O എന്ന് പറയാം. അതുപോലെ അടുത്തേം പറയാം COB is equal to 90 ആയതുകൊണ്ട് ആംഗിൾ COB is equal to 90 ആയതുകൊണ്ട് CB ഡയമീറ്റർ ആയ ഒരു സർക്കിളിലെ പോയിന്റ് ആണ് O എന്ന് പറയാം. നോക്കുകയാണെങ്കിൽ ഈ 4 സർക്കിളിലെയും ഒരു പോയിന്റ് O എന്ന് വിധി വരും. എന്ന് വെച്ചാൽ 4 സർക്കിളിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് O എന്ന് നമുക്ക് പറയാം. സോ O is a common point to all these circles. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു. ഹെൻസ് all these circles pass through a common point. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ജിയോജിബ്രയുടെ ഈ അപ്ലെറ്റിൻ്റെ സഹായത്താൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. ബോർഡിൽ പടം വരച്ച് പഠിപ്പിക്കുന്നതിനെക്കാട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചാൽ കുട്ടികൾ കൂടുതൽ മനസ്സിലാവും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അത് ഇതാണ്. ഇത് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി കോട്ടിലാറ്ററൽ വിത്ത് അഡ്ജസൻ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാണ് അത് നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരികയാണ്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ചെയ്തു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്.